വർമാസ് കോഓപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. HDC ആൻഡ് BM പരീക്ഷയെ സംബന്ധിക്കുന്ന വീഡിയോ ക്ലാസ്സുകളാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസിനെ പറ്റിയായിരുന്നു. പ്രധാനപ്പെട്ട ഷോർട്ട് ക്വസ്റ്റ്യൻസ് മുൻപ് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത്. അത് നിങ്ങൾ പലവട്ടം കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഴയ ഈ വർമാസ് കോഓപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ പഴയ യൂട്യൂബ് ക്ലാസ്സുകൾ, ലോയെ സംബന്ധിക്കുന്ന ക്ലാസ്സുകളും കൂടെ കേൾക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ഈ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യമായിട്ട് പറയാം. എസ്സേ എന്നുദ്ദേശിക്കുന്നത് അവർ പറയുന്ന ചോദ്യങ്ങൾ വളരെ വിശദീകരിച്ച് എഴുതിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവമുണ്ട് പലർക്കും. അതിങ്ങനെ 2-3 പേജുകളായിട്ടൊക്കെ എഴുതും. അതിൻ്റെ ആവശ്യമില്ല. എസ്സേ എത്രയാണേലും അത് എഴുതുന്നതിലല്ല കാര്യം, അതിനകത്ത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വന്നിരിക്കണം. ആ പോയിൻറ്റുകൾ കഴിയുന്നതും നിങ്ങൾ മാർക്ക് ചെയ്ത് അതിനടിയിലൊരു അണ്ടർലൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക് നിങ്ങൾ കൊള്ളാം എന്നൊരു അഭിപ്രായം അവർക്കുണ്ടാവും. അതനുസരിച്ച് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് പോയിൻറ്റ്സ് പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം എസ്സേ എഴുതാൻ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോ പോയിൻറ്റ്സും എഴുതുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ എഴുതുക. മാക്സിമം ഒരു 2 പേജ്, മാക്സിമം അതിൽ കൂടുതൽ എഴുതേണ്ട കാര്യമില്ല. 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് HDC ആൻഡ് BM പരീക്ഷയെ സംബന്ധിച്ച് പാർട്ട് ബിയിൽ എസ്സേ ചോദിക്കുന്നത്. 8 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ നിന്ന് ഏതെങ്കിലും 5 ചോദ്യങ്ങൾ എഴുതുക 10 മാർക്കിൻ്റെ. അങ്ങനെ 50 മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ എസ്സേ ടൈപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോയിൻറ്റ്സ് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കാണുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കേൾക്കുക. കേട്ട് പോയിൻറ്റ്സ് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങളത് വെച്ച് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ആ പോയിൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് വെച്ച് എസ്സേ നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു ചോദ്യം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് എ സൊസൈറ്റി മേ ബി വൗണ്ട് അപ്പ് ബൈ രജിസ്ട്രാർ. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഒരു സൊസൈറ്റി രജിസ്ട്രാർ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് വൈൻഡിങ് അപ്പിൻ്റെ? ഇതാണ് ചോദ്യം. അപ്പോൾ സെക്ഷൻ 71 ആൻഡ് റൂൾ 69 ആണ് ഈ വൈൻഡിങ് അപ്പിനെ പറ്റി പറയുന്നത്. അത് നമുക്ക് ആ പോയിൻറ്റ്സ് നോട്ട് ചെയ്യാം. സെക്ഷൻ 65, 66 എൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ. Application by 3/4 majority of its members or registrar of cooperative societies himself. Membership below 25. Working of society not started with the stipulated time. Number of actual workers falls below the prescribed limit in a particular industry or occupation. Appointment of liquidator should be published in the Gazette. All of the assets vested with the liquidator so appointed. Liquidator shall have power to realize assets, to institute or to defend suits, to determine quantum of assets with members, past members, others legal heirs, investigate claims, to fix priority, cost of liquidation, collection and distribution of assets, carry out the business for so long as necessary, compromise claims.
As soon as liquidator took charge, he shall publish a notice to submit claim within 2 months. Determine contributions to be made by members. Liquidator may issue orders which shall be enforceable to recover. Quarterly report to registrar. With the prior sanction of registrar, empower any person to collect money and issue receipt for the same. Collections to be deposited in post office, savings bank or banks. Remuneration, call general body whenever necessary. Call final general body. Summarize proceedings. Excess amount, if any, after meeting all liabilities, to be deposited as prescribed in law. Bardets reserve completed within 3 years. പറഞ്ഞിരിക്കുന്ന ഒരു എസ് എ മുഴുവനല്ല, ഇതെല്ലാം പോയിൻസാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പലവട്ടം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് നിങ്ങൾക്ക് പിടികിട്ടും. ഈ പോയിൻറ്റ്സ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളത് പഠിക്കണം. ഇത്തരം കാര്യങ്ങൾ ഈ ചോദ്യത്തിൽ എൻ്റെ എസ് എ ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾ അതിൽ എഴുതിയിരിക്കണം, വിശദീകരിച്ച് എഴുതണം. അതാണ്. അപ്പോൾ ആദ്യമേ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് രജിസ്ട്രാർ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 65, 66 എൻക്വയറി, ഇൻസ്പെക്ഷൻ, ആപ്ലിക്കേഷൻ, 3/4 മെജോറിറ്റി, അതുപോലെ രജിസ്ട്രാർക്ക് സ്വമേധയാ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പ്രൊസീജിയർ, വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയർ പറ്റി അതിൻ്റെ പോയിൻറ്റ്സാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി സീസ് ടു ഹോൾഡ് ഹിസ് ഓഫീസ്. ആ റൂൾ 44(2) ആണ്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൽ സീസ് ടു ഹോൾഡ് ഹിസ് ഓഫീസ് ആസ് സച്ച് ഇഫ് ഹി ബിക്കംസ് ഡിസ്ക്വാളിഫൈഡ് അണ്ടർ റൂൾ 44(1). സെൻറ്റൻസ്ഡ് ഫോർ എനി ഓഫൻസ് അതർ ദാൻ പൊളിറ്റിക്കൽ, 3 years elapsed from the date of expiry of sentence. Default. After 30 days from the date of registered notice given to board member, cease to be a member of the society. Not in the case of nominated member. Then is subsequently seen to be disqualified under Rule 44(1). If a person is or becomes disqualified to be a member of the committee, the registrar may, on his own motion or representation from any member or financing bank, take action with the opportunity being heard. ഇത്രയും പോയിൻറ്റ്സാണ് ഈ ചോദ്യത്തിന് തരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. മറ്റൊരു ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സർക്കംസ്റ്റാൻസസ് ഓഫ് സൂപ്പർസെഷൻ ഓഫ് കമ്മിറ്റി അണ്ടർ സെക്ഷൻ 32 ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി അണ്ടർ സെക്ഷൻ 33 ഓഫ് KCS ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യനാണ് ഇത്. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സൂപ്പർസെഷൻ, കമ്മിറ്റിയുടെ സൂപ്പർസെഷനും പുതിയ കമ്മിറ്റിയെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നതിനെ പറ്റിയാണ്. അത് സെക്ഷൻ 32 ആൻഡ് 33. ആദ്യം നമുക്ക് 32 നോക്കാം. സെക്ഷൻ 32-ൽ സൂപ്പർസെഷൻ ഓഫ് കമ്മിറ്റി. രജിസ്ട്രാർ of cooperative societies, enquiry by himself or subordinate, or financing bank, or vigilance and anti-corruption bureau, or vigilance officer, report committee persistently makes default, negligence prejudicial to the interest of the society, willfully disobeys lawful orders, Kerala Cooperative Societies Act, makes payment contrary to the Act rules and the bylaws, damages assets by breach of trust or negligence, misappropriates, destroys, tampers, destruction of records to cover up misconduct, malpractice. After giving opportunity being heard, remove the committee and appoint administrator or administrative committee. Superseded committee member is disqualified to contest or nominated for 2 consecutive terms. Then section 33, appointment of new committee or administrator or administrative committee.
on failure to constitute committee. Term of office has expired and a new committee has not been constituted. No confidence motion has passed by the general body. Existing committee resigns en bloc. Number of members insufficient for constituting the quorum. Not convening the board meeting consecutively for 6 months. Administrative stalemate. New committee prevented or fails to enter upon registrar of cooperative societies suo motu or application from any member, intimating circle cooperative union appoint administrator or administrative committee not exceeding 3 members. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ പോയിൻറ്റ്സ്. അത് സെക്ഷൻ 32-ഉം 33-യും പ്രത്യേകം പറയുന്നുണ്ട്. അത് നിങ്ങൾ അതിൽ നിന്ന് പോയിൻറ്റ്സ് വെച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതുക. മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത് പ്രൊസീജിയർ ഫോർ അമെൻഡ്മെൻറ്റ് ഓഫ് ബൈലോസ്. റൂൾ 9 പ്രകാരം എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ അമെൻഡ്മെൻറ്റ് ഓഫ് ബൈലോസ്. അത് നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് നോക്കാം. എവരി പ്രൊപ്പോസൽ ഫോർ അമെൻഡ്മെൻറ്റ് ടു ബൈലോ resolution passed by 2/3 majority of members present and vote, forwarded to the registrar within 1 month, service of notice not more than 2,000 in person and obligation signature in token of received exceeds 2 vernacular dailies wide publication in the area of operation. Time, date, agenda for the meeting with the details of amendments proposed in the notice board of head office or branches and registrar office. The application shall be signed by the secretary and 2 board members and shall contain the following particulars: date of general body made the amendment, number of days notice given to convene, number of days required as per bylaw, number of members on the date of general body, number required for quorum, number of members present, number of members exercised vote, number in favor of the amendment, accompanied by a copy of bylaw in force with the proposed amendments to be made in pursuance of resolution together with the justifying such amendments. 4 copies of the text of bylaws as it would stand after amendment, signed by authorized in this behalf by the committee. Challan receipt of prescribed fees. Registrar, after consulting with the cooperative unions and financing bank, registrar the amendment and shall forward to the society a copy of registered amendment together with a certificate of registration signed and sealed by him. And such a certificate shall be conclusive evidence that the amendment has been duly registered. ഇതാണ് അമെൻഡ്മെൻറ്റിനെ പറ്റി പറയുന്നത്. ഇനിയും അതർ ലോയിൽ നിന്ന് വരാവുന്ന സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോൺട്രാക്റ്റ് സംബന്ധിച്ച്. വാട്ട് ഈസ് കോൺട്രാക്റ്റ്? എക്സ്പ്ലെയിൻ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. അങ്ങനെ ചോദ്യം ചോദിക്കാം. അപ്പോൾ എ കോൺട്രാക്റ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഗിവ് എ റൈസ് ടു ആൻ ഒബ്ലിഗേഷൻ when 2 or more parties reach an identity of minds regarding a particular subject matter and express to each other that identity of minds in some understandable manner, it can be called as an agreement. Essentials of a valid contract. Section 10 of the Indian Contract Act, all agreements are contracts if they are made by free consent of the parties competent to contract for a lawful consideration and with a lawful object, and are not hereby expressly declared to be void. Number 1, agreement, offer, acceptance. Number 2, free consent.
Number 3, competence of parties. Number 4, lawful consideration. Number 5, lawful objects. ഇതാണ് അതിൻ്റെ പോയിൻറ്റ്സ്. ഇനി സമൻസ് CPC പ്രകാരം സമൻസ് സെർവ് ചെയ്യുന്ന അതിൻ്റെ പ്രൊസീജിയർ. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ സർവീസ് ഓഫ് സമൻസ് അണ്ടർ സിവിൽ പ്രൊസീജിയർ കോഡ്. അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എ സമൻസ് ഈസ് എ ഡോക്യുമെൻ്റ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് ഓഫ് എ കോർട്ട് ഓഫ് ജസ്റ്റിസ് calling upon the person to whom it is directed to attend before a judge or officer of the court for a certain purpose. Personal or direct service. Personal or direct service. Wherever it is practicable, in person or authorized agent, business or work served through manager or agent carrying business or work. Suit for immovable property. In the absence of defendant, any agent of the defendant in charge of the property. If there are 2 or more defendants, service of summons should be made on each defendant. In all cases, acknowledgement should be obtained. Number 2, substituted summons. Service by affixing. Defendant or agent refuses to sign, no defendant or agent or authorized person. The service can be made within a reasonable time. Can be made by affixing on the outer door or some other conspicuous part of the house, front door, etc. Report as to why such affixing is made. Affidavit on oath. Service by affixture or advertisement in newspaper. If the court satisfied that in no way the summons can be served if court orders newspaper publication. Number 3, service by post. Rule 19A amendment in 1976. Simultaneous service in person and also by registered post with the acknowledgement due. Number 4, summons in particular cases within the jurisdiction of another court, by that court out of India by post, public officer through head of department, Indian Armed Forces through commanding officer, corporation, municipality, panchayat to the secretary. ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഈ സമൻസ് സെർവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമുക്ക് നോക്കാം. അതായത് എവിഡൻസ് ആക്ട് അനുസരിച്ചുള്ളതാണ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഓറൽ എവിഡൻസ് ആൻഡ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഓറൽ എവിഡൻസ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം പറയാം. ആദ്യമായിട്ട് ഓറൽ എവിഡൻസ്. ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ വിറ്റ്നസ് in relation to matters of fact under inquiry are called oral evidence. All facts except the contents of documents may be proved by oral evidence. It must be direct, first-hand knowledge of the fact, actually seen it or heard it or perceived it by senses. Hearsay evidence is not admissible in certain cases. ഇനി അടുത്തത് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഓൾ ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് ദ കോർട്ട് ആർ കോൾഡ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഡോക്യുമെൻറ്റ്സ് മീൻസ് എനി മാറ്റർ expressed or described upon any substance by means of letters, figures or marks or by more than one of these means. Example, writing or printing, lithographed or map or plan, inscription or a metal plate or a stone or caricature. Electronic record means data record or data generated, image or sound stored, received or sent in an electronic form or microfilm or computer generated microfiche. ഇനി മറ്റൊരു ഇതുള്ളത് ജനറൽ ബോഡി മീറ്റിംഗ്. അത് നമ്മൾ ഷോർട്ട് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ.
അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട എസ്സേകളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരുന്നത്. അത് നിങ്ങൾ പലവട്ടം ആ പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രം എഴുതിയാൽ പോരെ. നിങ്ങൾ ആ പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് വിശദമായിട്ട് പഠിക്കണം. ആ പോയിൻറ്റ്സ് നിങ്ങൾ എഴുതിക്കൊണ്ട് അത് അണ്ടർലൈൻ ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത. വളരെ നന്നായിട്ട് എഴുതിയാൽ പോലും 10 മാർക്കും ഫുള്ള് കിട്ടണമെന്നില്ല. എസ്സേക്ക് തിയറി പേപ്പറുകൾക്ക് അങ്ങനെ കിട്ടത്തില്ല മുഴുവൻ മാർക്കും. അതുകൊണ്ട് നമുക്കൊരു മാക്സിമം 8 അല്ലെങ്കിൽ 9 മാർക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതുപോലെ പറഞ്ഞ രീതിയിൽ എഴുതുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മുൻപ് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ ചാനലിൻ്റെ തന്നെ ലോയുടെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് നോക്കുക. അതിനകത്ത് എല്ലാ സെക്ഷനുകളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 110 സെക്ഷനുകളും അതുപോലെ 201 റൂളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ലോയുടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. അതെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോയ്ക്ക് നല്ല മാർക്കോടുകൂടി ജയിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു.